ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മുടെ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ബിലാസ്പൂർ ഡിവിഷനിലേക്ക് വേണ്ടിയുള്ള അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ബിലാസ്പൂർ ഡിവിഷനിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ജസ്റ്റ് അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങുന്ന തീയതി 12/5/2026 തൊട്ട് 11/6/2026 വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. അപ്പോൾ കഴിവതും മാക്സിമം തന്നെ ആരും പോയി ഈ പറയുന്ന സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. നമ്മുടെ സൈറ്റ് ലിങ്കും അവർ കൊടുത്തിട്ടുണ്ട്. കഴിവതും എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ പറയുന്ന സൈറ്റിൽ കയറി ഈ പറയുന്ന പോസ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഏതൊക്കെ പോസ്റ്റിലത്തേക്കാണെന്നുള്ള വിവരം നമുക്ക് താഴോട്ടൊന്ന് നോക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പോസ്റ്റും അതിൽ വേണ്ടിയിട്ടുള്ള വേക്കൻസി എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാർപ്പൻ്റർ വേക്കൻസി എന്ന് പറയുമ്പോൾ ടോട്ടൽ 38 വേക്കൻസീസ് ഈ പറയുന്ന കാർപ്പൻ്ററിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ 38 വേക്കൻസീസ് കാർപ്പൻ്റർ പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ കോപ്പ അതിലേക്ക് ടോട്ടൽ 350 വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഡ്രാഫ്റ്റ് മാൻ 12 വേക്കൻസീസ്. ദെൻ ഇലക്ട്രീഷ്യൻ 206 വേക്കൻസീസ്. അതുപോലെ ഒരു ഇലക്ട്രീഷ്യൻ മെക്ക് 4 വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഫിറ്റർ 223 വേക്കൻസീസ്. മെക്കാനിസ്റ്റ് 4 വേക്കൻസീസ്. പെയിന്റർ 41 വേക്കൻസീസ്. ദെൻ പ്ലംബർ 30 വേക്കൻസീസ്. മെക് RAC വിഭാഗത്തിൽ ഒരു 40 വേക്കൻസി. ദെൻ SMW അതിലേക്ക് ഒരു 4 വേക്കൻസീസ് ഉണ്ട്. ദെൻ സ്റ്റെനോ അതിലേക്കായിട്ട് 36 വേക്കൻസീസ്. അങ്ങനെ ടോട്ടൽ എല്ലാ വേക്കൻസീസും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 1191 വേക്കൻസീസ് ആണ് മൊത്തം നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മൊത്തം ഈ പോസ്റ്റിലേക്ക് ആയിട്ട് അതും ടോട്ടൽ മൊത്തം 1191 വേക്കൻസീസ് ആണ് മൊത്തം എല്ലാ പോസ്റ്റും കൂടെ ചേർന്ന് ഈ പറയുന്ന അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിലേക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന പോസ്റ്റ് അപ്ലൈ ചെയ്യുക. ദെൻ അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ വരുന്നത് യു ഹാവ് പാസ്ഡ് 10th ക്ലാസ് എക്സാമിനേഷൻ അണ്ടർ +10+2 അല്ലെ 10+2 കഴിഞ്ഞിരിക്കണം. ദെൻ ITI കോഴ്സ് അല്ലെങ്കിൽ റെലവൻറ്റ് ട്രേഡ് പാസ്സായിരിക്കണം. ദെൻ ഏജ് ലിമിറ്റ് പറയുമ്പോൾ 15 years of age, completed 15 years of age, should not completed 24 years of age as on 11/6/2026. ഈ 11/6/2026 നമ്മൾ 15 വർഷത്തിൽ കൂടുതലും 24 വയസ്സിൽ കുറവായിരിക്കണം. പിന്നെ കുറച്ച് ഏജ് റിലാക്സേഷൻ ഉണ്ട്. 5 years ഫോർ SC/ST കാറ്റഗറിക്ക് ഒരു 5 yearsന്റെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ OBC വിഭാഗത്തിന് ഒരു 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ കഴിവതും പെട്ടെന്ന് തന്നെ ഈ പറയുന്ന പോസ്റ്റിലേക്ക് എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാച്ച് റെയിൽവേക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരെ വേണ്ടി ഇവിടെ വന്ന് കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഗുഡ് ലക്ക്.